ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ കുറേ ദിവസത്തിന് ശേഷം, ഏകദേശം 15, എല്ലാരും കൂട്ടാം, 15 ദിവസത്തിനൊക്കെ ശേഷമാണ് ഹർഷാസ് വ്ലോഗ് തുടരുന്നു. കാരണം എന്താണ്, ഒരു ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂ. അതൊക്കെയാണ് ഇപ്പൊ ഈ മാസ്ക്. അപ്പൊ എന്താണ് എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത് ഞാൻ വിഷ്വലൈസ് ചെയ്ത് കണ്ടൊരു വീഡിയോ ഞാൻ ചെയ്യണ്ട് ഇൻഷാ അള്ളാ. ഇന്നത്തെ എന്താന്ന് വെച്ചാൽ, ഇന്ന് ഞങ്ങള് ഫാമിലി മൊത്തത്തില് അപ്പൊ അതായത് ഏകദേശം എത്ര ആൾക്കാരുണ്ടാവും, 30-35 ആൾക്കാരുണ്ടാകും ഇൻഷാ അള്ളാ. അപ്പൊ ഞങ്ങൾ അവിടെ പോയിക്കാണ്ടുള്ള വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. അവിടെ അടുത്ത വ്ളോഗിങ്, മിന്നോണ്ട് ഡ്രൈവിങ്. കാരണം ജിത്തും ജീനും ബാംഗ്ലൂരിൽ നിന്ന് എത്തണുള്ളൂ. ഇൻഷാ അള്ളാ ഒരു നേരെ റിസോർട്ടിലേക്കാവും എത്താം. അവിടെ ഉമ്മച്ചി ഉണ്ട്, എല്ലാരും ഉണ്ട്. ഏകദേശം എത്ര വണ്ടി ഉണ്ട് നമ്മള്? 6 വണ്ടിയോ? മാഷാ അള്ളാ. അപ്പൊ ഞങ്ങൾ അവിടെ പോയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കാണിച്ചു തരാം. ഞാൻ ഈ മാസ്കിന്റെ ഉള്ളിൽ നിന്ന് വരുമോ എന്നുള്ളതാണ് ഡൗട്ടുള്ളത്. പിന്നെ ഞാനിപ്പോ ഒരു വർക്ക് കഴിഞ്ഞുകൊണ്ട് വരികയാണ്, അതാണ് കുറച്ച് വേർഡ് ലുക്കിലൊക്കെ. ഇന്നെ വെയിറ്റ് ചെയ്തോണ്ട് നിൽക്കേനും ഞാൻ എത്തി നേരെ പോന്നു. ഇൻഷാ അള്ളാ ഞങ്ങൾ എത്തിയിട്ടുള്ള ഡ്രസ് ഒന്നും മാറ്റിയിട്ടില്ല. അവിടെ എത്തിക്കാണ്ട് എല്ലാരും വീട്ടിലെത്താനായി. 12:30 നമ്മളെ പോരാ കഴിഞ്ഞില്ല. 1:06 നമ്മള് പോരണ്ടേ. അത്തന്റെ വർക്കും പിന്നെ കുഞ്ഞ നിശ്ചയിക്കൊക്കെ. പിന്നെ ലിനൂസിന്റെ വായിലൊരു ചെറിയ ഇക്കാണ്ട് ക്ലിപ്പ് ഇട്ടിട്ടുണ്ട്. അതാണ് അവൾക്ക് സംസാരിക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ട്. എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടോ ലിനൂസ്? ഓക്കെ, അപ്പൊ എന്താന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാം. മുന്നിൽ വെയിറ്റ് ചെയ്യാണ്. അത്ത ഫുൾ റിച്ച് ആയിട്ട് 2 ഫോണൊക്കെ ഉണ്ട്, 2 ഐഫോണ്. ഞങ്ങളിപ്പോ കക്കാടംപുഴയിൽ എത്താൻ അയക്കണു. ഞങ്ങള് റിസോർട്ടിലെ റോഡ് കൂടെയാണ് ഞങ്ങൾ പോണത്. എനിക്കറിയില്ല, ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ടാണ് ഇങ്ങനെ വ്ളോഗ് ഒക്കെ ചെയ്യണത്. അപ്പൊ അതിന്റെ ഒരു ഇതൊക്കെ ഉണ്ടാകും. എന്താ ഇവിടെ ഫ്രണ്ടില് മറ്റൊരു വ്ളോഗ് എടുക്കുന്നുണ്ട്, ലേഷ്യസ് ലൈഫ് സ്റ്റൈല്. ഷല്ലാപ്പി ഉറങ്ങിക്കണ്. ബാക്കിൽ പാർക്കുള്ളത് കൊറേ ആൾക്കാർ ബാക്കിലുണ്ട്, ഫ്രണ്ടിലുണ്ട്. ഏറ്റവും ഫ്രണ്ടില് നാച്ചാണ് പോകണത്. ഞങ്ങൾ റിസോർട്ടിലൊക്കെ പോയി കണ്ട് അടിച്ചു വെച്ചു. ലിനസ് എങ്ങോട്ടേക്കാ? വണ്ടി ഇൻസ്റ്റാഗ്രാമിലെ കാണലുണ്ടല്ലോ, കക്കാടംപൊയിലേക്ക് വന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. ക്ലൈമറ്റ് അത്രയും നല്ല ഗുഡ് ക്ലൈമറ്റ് ആണ്. കാരണം മഴ ഉണ്ട്, ഞാൻ പറയണില്ല, നല്ല ക്ലൈമറ്റ് ആണ്. റിസോർട്ടിലേക്കാണ് നമ്മള് പോണത്. അവിടെ കടലിന്റെ മുമ്പില് ഞാനും ചിഞ്ചു ഫസ്റ്റ് ടൈം അല്ല കക്കാടംപൊയിക്ക്. ചിഞ്ചു ഫസ്റ്റ് ടൈം അല്ല, മിന്നു ഫസ്റ്റ് ടൈം. ചിഞ്ചു കഴിക്കണേ ഞങ്ങൾ എല്ലാരും ഫസ്റ്റ് ടൈം കക്കാടംപൊയിക്ക്. അല്ല, ഞാൻ ഫസ്റ്റ് ടൈം അല്ലേ. അതിനെ ജയ്ഗേ രസല്ലേ കാണാന്. നല്ല സാധ്യത പൈനാപ്പിൾ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് ഒക്കെ നിഷു എല്ലാരും പൂമോളെ വ്ളോഗ് ഉണ്ടായോണ്ട് നല്ല ഭംഗിയില്ലേ കാണാന്. പൈനാപ്പിളിന്റെ ഫാം എന്താ അറൗണ്ട് ഒരു 300 റിസോർട്ട് ഒക്കെ ഉണ്ട് കക്കാടംപൊയിൽ തന്നെ. മിന്നോ സെറ്റല്ലേ? ആകെ വ്ളോഗ് കൊണ്ട് റിസോർട്ട് എത്താൻ നേരത്ത് നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ. ഈ മഴ കാരണം തന്നെ ഞങ്ങളുടെ ഈ ഒരു ട്രിപ്പ് അടിപൊളിയായിരുന്നു. കാരണം ക്ലൈമറ്റ് അത്രയും സെറ്റായിരുന്നു. പിന്നീട് ടെൻഷൻ ആവും, ഹൊറർ ഫീലൊക്കെ വരുന്നുണ്ട്. ആ ജീപ്പിൽ കയറുന്നതാണ് മിന്നുവിന്റെ ഉമ്മട്ട. ആള് ഫുള്ള് വൈബാണ്. അതായത് ട്രിപ്പ് എന്ന് പറഞ്ഞാൽ എന്തും ചെയ്യും. അതായത് ഉമ്മാരത്തിൽ കോർഡിനേറ്റർ
ഞങ്ങളങ്ങനെ അത്യാവശ്യം നല്ലൊരു ഓഫ് റോഡൊക്കെ കഴിഞ്ഞിട്ട് റിസോർട്ടിലെത്തിയിട്ടോ. റിസോർട്ട് നല്ല സെറ്റായിരുന്നു. കാരണം ഒരു 34 ഏക്കേഴ്സ് അടങ്ങുന്ന ഒരു റിസോർട്ടാണ്. അതിൽ കുറേ ഫിഷിങ്ങിൻ്റെതും അത് ഫ്രൂട്ട്സിൻ്റെ ഫാമെല്ലാം അടങ്ങിയൊരു സെറ്റ് റിസോർട്ടായിരുന്നു കേട്ടോ. എങ്ങനെയുണ്ടായിരുന്നു യാത്ര? ഇങ്ങനത്തെ കൂടെ ഈ ഓഫ് റോഡ് കൂടെ ആദ്യമായിട്ടാണോ? ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അപ്പൊ മിന്നു പ്രോമാക്സ് ആയി. മിന്നു മാഷാഅല്ലാഹ് പ്രോമാക്സ് ആയിട്ടോ. ക്ലൈമറ്റ് ആണ് കേട്ടോ. ഞങ്ങൾ ഇവിടെ എത്തിട്ടോ. ഇവിടുത്തെ വ്യൂ ആണ്, അടിപൊളി വ്യൂ. നമ്മള് മാത്രം കേട്ടോ ഈ പ്രോപ്പർട്ടിയില്. ഇപ്പൊ നല്ല പ്രൈവസി കിട്ടും. നിങ്ങളെത്ര രണ്ടാളും ട്വിൻസായി വന്നിക്കണേ. ഓറഞ്ച് ഇട്ട് നിങ്ങളൊരു മോണ്ടേ കാര്യം. നിങ്ങളില്ലേ കൊളത്തേക്കല്ലേ സ്വിമ്മിംഗ് പൂൾക്ക്? താത്തൊക്കെ ചെടി തരയാണ്. ചെടി മോഷ്ടിക്കാല പുറപ്പാടാന്ന് എനിക്ക് തോന്നണേ. ഓടാ, ഇത് സംഘ, ഇത് കോർഡിനേറ്റർ നാജു. ഞങ്ങള് പൂൾക്ക് ചാടണില്ലേ? സെറ്റാലേ? ഇവിടെ ആരും പിന്നെ മുണ്ടിലിട്ട് ഗൈസ്. എന്താ വ്യൂ, നല്ല രസമുണ്ട് അല്ലേ? ഇതാണ് കേട്ടോ ഞങ്ങൾ ഉമ്മക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ട്രിപ്പ് പോകുന്നത്, പുതിയ സ്ഥലങ്ങൾ കാണുന്നതൊക്കെ. പിന്നെ അമ്മായി, ആപ്പ, മൂത്തപ്പ എല്ലാവരും ഫുൾ ട്രിപ്പ് മൂഡായിരുന്നു കേട്ടോ. പിന്നെ മൂത്തമ്മ കുറേ ഉപ്പുരുമ്പിയ സാധനങ്ങളൊക്കെ കൊണ്ടുകണ്ട് പൂളിൻ്റെ അങ്ങോട്ടൊക്കെ വന്ന് അത് ഞങ്ങൾ കഴിക്കാൻ ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. ഒത്തൊരുമിച്ചൊരു ഗാനം പാടാൻ റിനുവിൻ്റെ മേത്ത് അട്ട കുടുങ്ങിട്ടോ. അതിൻ്റെ പേടി സീനാണ് ആ കാണുന്നതൊക്കെ. പിന്നെ ഞങ്ങളങ്ങോട്ട് വൈബിങ് സ്റ്റാർട്ട് ചെയ്തു. ലിനൂസിൻ്റെ ഡാൻസായിട്ടും പിന്നെ പാട്ട്, കലാപരിപാടി, മ്യൂസിക്കൽ ചെയർ ഫുള്ള് ഓണായിരുന്നു. ഒരു പ്രായപരിധി ഇല്ലാതെ എല്ലാവരും മ്യൂസിക്കൽ ചെയറിന്, അതായത് ചെറിയ കുട്ടിയടക്കം വീട്ടിലെ ഉമ്മമ്മ പിന്നെ ഇതിനൊന്നും കൂടിയില്ല കേട്ടോ. കാരണം കുറച്ച് ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായിരുന്നല്ലോ, അതിനെക്കൊണ്ട് ഞങ്ങൾ അതിനൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ല. പക്ഷെ ആൾ കണ്ട് എൻജോയ് ചെയ്തു. പിന്നെ ആ തൂക്കിയിട്ടുള്ള ഡ്രസ്സല്ലേ ഏതും പൂളിൽ ചാടിയപ്പോൾ എല്ലാവരും ഇട്ടീന ഡ്രസ്സാണ് കേട്ടോ. കാരണം നല്ലവണ്ണം നനഞ്ഞിട്ടുണ്ടാവുമല്ലോ. അപ്പം അങ്ങനെ കവർക്ക് എടുത്ത് വെക്കണ്ടെന്നും കരുതി. പിന്നെ അതുമല്ല, നാളെ രാവിലെ ചാടുമ്പോൾ ആ സെയിം ഡ്രസ്സ് തന്നെ ഇടാമെന്നും കരുതി വെച്ചതാണ്. ഈ മ്യൂസിക്കൽ ചെയറൊക്കെ കളിക്കുമ്പോൾ കുട്ടികളെക്കാട്ടിലും കൂടുതലായി കണ്ട് ഫൗള് കാട്ടണത് ഞങ്ങൾ ഉമ്മാരായിരുന്നു കേട്ടോ. ഓരായിരുന്നു ഫുള്ളായി കണ്ട് ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുത്തും ചെയ്തിരുന്നത് ഓരായിരുന്നു. ഈ റിസോർട്ടിൽ 2 പ്രോപ്പർട്ടിയാണ് കേട്ടുള്ളത്. ഒന്നിൽ ഫുള്ള് ഗേൾസും ഒന്നിൽ ഫുള്ള് ബോയ്സും ആയിരുന്നു ഉണ്ടായിരുന്നത്. ഈ ഗേൾസിൻ്റെ ഞങ്ങൾ ആക്ഷൻസ് വെച്ച് കണ്ട് ഫിലിമിൻ്റെ നെയിം ഗസ് ചെയ്യാന്നുള്ള ഗെയിം കളിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. പിന്നെ പിറ്റേ ദിവസം നല്ലൊരു ഹെവി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങളെല്ലാവരും പൂളിൽ പോയി ഇരിക്കുമായിരുന്നു. പൂളിൽ ചാടിയിട്ട് അവിടുന്ന് റീൽസ് എടുക്കുക, അവിടുന്ന് ഫോട്ടോസ് എടുക്കുക, അത് തന്നെ ആയിരുന്നു. ആ റീൽസ് എല്ലാം ഞാൻ ഷോർട്സ് ആയിക്കൊണ്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ഫാമിലി ട്രിപ്പ് പോയാൽ ഒരു ഫാമിലി പിക്ക്, മൊത്തത്തിലൊരു ഫാമിലി പിക്ക് അത് വാജിബാണല്ലോ. അത് ഞങ്ങൾ അങ്ങോട്ട് ക്ലിക്ക് ചെയ്തു.
അപ്പോൾ ചെക്കൗട്ടിൻ്റെ ടൈമായി. ആ സമയത്ത് പ്രകൃതി തന്നെ ഞങ്ങൾക്കൊരു ഫെയർവെല്ല് തന്നെന്ന് തോന്നുന്നു. കാരണം എന്താ വെച്ചാൽ കോട അങ്ങോട്ട് ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് കയറി. ആ സമയത്ത് അടുത്ത് നിൽക്കുന്ന ആളെയും കൂടെയും കാണാൻ പറ്റാത്തത്രയുള്ള ഫോഗ് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല വൈബായി. പോകുന്ന സമയത്ത് വന്ന സമയത്ത് ഫുള്ളായിക്കാണ്ട് അവിടേക്ക് എൻജോയ് ചെയ്ത്. അപ്പോൾ ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യണം ആർക്കെങ്കിലും ഫാമിലി ട്രിപ്പ് ആയിക്കാണ്ട് ഒരു പ്രൈവസി ആയിക്കാണ്ടുള്ള ഒരു ഫാമിലി ട്രിപ്പ് ആർക്കെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ഈ റിസോർട്ടിലേക്ക് പോകുക. ഫുള്ളി റെക്കമെൻഡാണ് കേട്ടോ. നിനക്കെന്താ പണി? ഇതെന്താ എന്താ കിണറുത്തിയേ? അനക്കോ ഒന്നുമില്ല. അപ്പോൾ ഇതൊക്കെ ആയിരുന്നു ഞങ്ങളെ ഫാമിലിയിൽ നിന്ന് ട്രിപ്പ് പോയ വിശേഷങ്ങൾ. അങ്ങനെ ഞാൻ വീഡിയോ വൈൻഡപ്പ് ആക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബായ്.